ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് മാർക്കറ്റിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വന്നപ്പം പെട്ടെന്നൊരു ഐഡിയ തോന്നി, ഇന്നൊരു ലഞ്ച് വ്ളോഗ് തന്നെ അങ്ങ് എടുക്കാമെന്നുള്ളത്. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം വൃത്തിയാക്കി കഴുകി അരിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷമാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ വെജിറ്റബിൾസും ചീനിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തു. കൊല്ലത്ത് എന്താ പറയുക, ഇതിന് മരച്ചീനി എന്നാണ് പറയുന്നത്. പിന്നീട് തോരനാണ് ആദ്യം വെച്ചത്. ബീൻസായിരുന്നു. കടുക് വറുത്തു. ബീൻസും പച്ചമുളകും സവാളയാണ് ഇട്ടിരുന്നത്. പച്ചമുളകും സവാളയും കട്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതിന് ശേഷം ശകലം വെള്ളം തളിച്ചു, അടച്ചു വെച്ചൊന്ന് വേവിച്ചു. അതിനുശേഷം ഉപ്പിടുന്നതും ഞാൻ എടുത്തിട്ടില്ല. ഉപ്പിട്ടു. അത് 2 പിടി തേങ്ങയും ഇട്ട് അതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി ഒന്ന് പൊത്തി അടച്ചു വെച്ചതിന് ശേഷം അതിൽ 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് തോരൻ ശരിയാക്കിയെടുത്തു. അത്രയും മതി. ടേസ്റ്റിയാണ്. അരപ്പൊന്നും ഇട്ടില്ലെങ്കിലും. അടുത്തതായിട്ട് ഫിഷിന് വേണ്ടിയുള്ള തേങ്ങ വറുക്കുകയായിരുന്നു. 1 മുറി തേങ്ങ എടുത്തു. തേങ്ങയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒന്ന് വരണ്ട് വന്നപ്പോഴേക്കും 1 പിടി കൊച്ചുള്ളിയും ഇട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ബ്രൗൺ കളർ വന്നതിന് ശേഷം മസാലകളെല്ലാം ഇട്ട് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി എല്ലാം ഇട്ടു. കുരുമുളകാണ് ഇടുന്നതുണ്ടെങ്കിൽ ആദ്യം തൊട്ടേ തേങ്ങ വറുക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടേ ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കി മസാല നല്ല പച്ചമണം മാറുന്നിടം വരെ ഇളക്കുക. അതിനുശേഷം കപ്പയ്ക്കാണ് വെള്ളം വെച്ച് തിളച്ചു. കപ്പ തിളച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ആ കപ്പയിലോട്ട് 1 പച്ചമുളക്, 4 5 അല്ലി വെളുത്തുള്ളി എല്ലാം ഇട്ട് വെന്ത് വന്നപ്പോഴേക്കും സ്റ്റെയിനർ വെച്ച് ഞാൻ അരിയും കപ്പ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചൂടോടെ സ്റ്റെയിനറിലാണ് ഇപ്പോഴും ഊറ്റുന്നത്. കാരണം എനിക്ക് ഡയറക്റ്റ് ഊറ്റാൻ ഇതുവരെ അറിയില്ല. അതിനുശേഷം അരപ്പിട്ടു. അരപ്പിൽ ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടി, ജീരകം, ഇച്ചിരി മുളക് പൊടി ഇട്ടാണ് അരച്ചത്. പിന്നെ മീൻ കറിക്കുള്ള തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരപ്പിൻ്റെ കൂടെ തന്നെ പുളി അരച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പുളി പിഴിഞ്ഞൊഴിക്കാഞ്ഞത്. പാകത്തിന് വെള്ളം ഒഴിച്ചു. തിളച്ച് കഴിഞ്ഞപ്പോഴേ അടച്ചു വെച്ചു. തിളച്ച് വന്നപ്പം അതിലോട്ട് ഫിഷ് കഷ്ണങ്ങളെല്ലാം വാരിയിട്ടു. അതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്തു. അപ്പോഴേക്കും ഫിഷ് കറിയും റെഡിയായി. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ഏകദേശം ഒരുവിധം റെഡിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ 2 കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുത്തില്ല. ഒന്ന്, ഞാൻ ഇഞ്ചി ചതച്ചിട്ട് പുളിശ്ശേരിയും അതേ കണക്ക് തന്നെ പപ്പടവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ലഞ്ച് റെഡിയായിട്ടുണ്ട്. നല്ല ചോറും ഉടഞ്ഞ കപ്പയും അതുപോലെ തന്നെ ബീൻസ് തോരനും നല്ല മീൻകറിയും പുളിശ്ശേരിയും പപ്പടവും ഒക്കെ ചേർത്ത് നല്ലൊരു അടിപൊളി ലഞ്ച്